ये मैम तो आप लोग तो कभी गए नहीं होगा उस तरफ से? नहीं सर, कभी नहीं गया? बता रहे हैं। नहीं वहाँ लाइन से ना माइंड से जैसे तो आप लोगों को फिर जो हमारे इंडियंस जैसे कि हमारी इंडियंस आर्मी यहाँ उसकी वहाँ भी है पाकिस्तान। अच्छा 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 तो ये शर्मा रहे हैं बानो जी, कह रहे हैं कि मेरे ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പാങ്കോങ് ലേക്കിൻ്റെ ഫ്രണ്ടിലാണ്. അതായത് ഇന്ത്യയുടെ കൈവശമുള്ള മൈത്രി ബുദ്ധയുടെ സ്റ്റാച്ചുവിൻ്റെ അടുത്താണ് ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ. താഴെ ഡിസ്ട്രിക്റ്റ് വില്ലേജിൻ്റെ ഒക്കെ വ്യൂസ് ഉണ്ട് ഇവിടുന്ന്. നുബ്ര വാലിയുടെ ഒരു പോർഷനാണിത്. ഇത്രയും ഏരിയയ്ക്ക് ഇതിന് യാങ്കി എന്ന് പറയുന്നത്, യാങ്കി ഏരിയ. അതായത് ടോയ്സിൽ എയർഫോഴ്സിൻ്റെ എയർക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പം ഇവിടെ യാങ്കിയിൽ വെതർ ഡൗൺ ആണെങ്കിൽ അത് പോകത്തില്ല. അപ്പോൾ അവർ ഫോളോ ചെയ്യുന്ന ഈ റൂട്ടാണ്. ഈ ഒരു റൂട്ടിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ വെതർ ഡൗൺ ആവുന്ന സമയത്ത് ഇവിടെ എയർ മൂവ്മെൻറ്റ് കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് ഒത്തിരി ആൾക്കാരുണ്ട്. നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള നല്ലൊരു പ്രദേശം. അവിടെ ഒരു മൊണാസ്ട്രിയാണ്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ടി പൊക്കമുള്ള മൈത്രി ബുദ്ധയുടെ സ്റ്റാച്ചു ആണിത്. ഇത് നമുക്ക് ഷയോക്ക് റിവറിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഇത് പണിതിരിക്കുന്നത്. നമുക്ക് ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ ഫുള്ള് നുബ്രവാലിയുടെ ഒരു നല്ലൊരു വ്യൂ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ താഴെ ഡിസ്കിറ്റ് പട്ടണമുണ്ട്. താഴെ ചെറിയൊരു ടൗണാണ് ഡിസ്കിറ്റ് എന്ന് പറയുന്നത് തന്നെ. അതുപോലെ തന്നെ ഈ സ്റ്റാച്ചുവിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഡിസ്കിറ്റ് മൊണാസ്ട്രി വരുന്നുണ്ട്. ലഡാക്ക് റീജിയനിലുള്ളതിൽ അത്യാവശ്യം ഏറ്റവും വലിയ മൊണാസ്ട്രിയാണിത്. അടുത്തായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തുർത്തുക് വില്ലേജിലോട്ടാണ്. ഇന്ത്യയുടെ ലാസ്റ്റ് വില്ലേജ് എന്നറിയപ്പെടുന്ന തുർത്തുക് വില്ലേജ്. ഇവിടുന്ന് 2.2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ലൈൻ ഓഫ് കൺട്രോളിലോട്ട് പാകിസ്ഥാൻ്റെ. അപ്പോൾ ഈ മാപ്പിൽ കാണുന്ന പോലെ തന്നെ തുർത്തുക് വില്ലേജിൻ്റെ സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ചുമന്ന ഡോട്ടഡ് ആയിട്ടുള്ള സ്ഥലമാണ് LOC ആയിട്ട് കണക്കാക്കുന്നത്. 1971 നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷമാണ് ഇന്ത്യൻ ആർമി ഈ തുർത്തുക് വില്ലേജ് കീഴടക്കുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഇത് ഇന്ത്യയുടെ അണ്ടറിലാണ്. തുർത്തുക് വില്ലേജ് കഴിഞ്ഞാൽ പിന്നെ തൊട്ടപ്പുറമുള്ള സ്ഥലമാണ്. ഇതാണ് ശരിക്കും LOC ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇതിന് തൊട്ടപ്പുറമുള്ളത് പിന്നെ പാകിസ്ഥാൻ്റെ അണ്ടറിലാണ്. പാക് ഓക്യുപ്പൈഡ് കാശ്മീരാണ് ഇതിനപ്പുറമുള്ള സ്ഥലം. താഴെ ഫെൻസിങ് ഉണ്ട് ചെറുതായിട്ട്, അത് ക്യാമറയിലൂടെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതാണ് ഇന്ത്യയുടെ ലാസ്റ്റ് ചെക്ക് പോസ്റ്റ്. പിന്നെ അതിൻ്റെ അപ്പുറം കാണുന്ന ആ ഗ്രീനറി ഉള്ള സ്ഥലം, അതാണ് ഇന്ത്യ പാകിസ്ഥാൻ്റെ വില്ലേജ്. അവിടെ നിന്നിട്ടാണ് പാകിസ്ഥാൻ തുടങ്ങുന്നത്. ഇതാണ് ഇവിടുത്തെ ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അതിനപ്പുറം നമുക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ല. പോകണമെങ്കിൽ തന്നെ ഈ വഴിക്ക് നമ്മൾ വിടത്തില്ല. പിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ഈ പറഞ്ഞ വിസയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം പോകണം. मैडम आप क्या बता रहे थे? ये वाला जितना भी पहाड़ है वो पाकिस्तान के अंडर में, जो नीचे का लैंड है वो इंडिया का है. जो 14 अगस्त को उन लोग उधर झंडा लगाते हैं, अपना झंडा लगाते हैं. ओके. और उधर माइंस वगैरह बिछा हुआ है ना पूरा लैंड पे. तो वहाँ भी तारे हमारा. अच्छा वहाँ पे
उसके आगे हम लोग नहीं जा सकते। ഓക്കെ. ഇത് പറയുന്നത് വെച്ചാൽ അവിടെ എല്ലാം ഫെൻസിങ് ഉണ്ട്. അതിനപ്പുറം ഈ ലാൻഡിലെല്ലാം, ലാൻഡ് ഇന്ത്യയുടെ അണ്ടറിലും ഈ പറയുന്ന മൗണ്ടൻ എല്ലാം പാകിസ്ഥാൻ്റെ അണ്ടറിലുമാണ്. ഓക്കെ. താഴെ ഭാഗത്ത് ഈ പറഞ്ഞ താഴ്ഭാഗം, നമുക്ക് താഴ്ഭാഗം ക്ലിയർ ആയിട്ട് കാണാം. ഈ കാണുന്ന എൻ്റെ ഈ കൈ പോയിന്റ് ചെയ്യുന്ന സ്ഥലമാണ് ഇന്ത്യയുടെ ലാസ്റ്റ് ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അതിനപ്പുറം കാണുന്ന ഈ ഫുള്ള് ഓപ്പൺ ഏരിയയിൽ അവർ മൈൻസ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് നമ്മൾ കയറി ചവിട്ടും അല്ലെങ്കിൽ വണ്ടി ഓടിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്ലാസ്റ്റ് ആവും. അങ്ങനത്തെ ടൈപ്പ് മൈൻസ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ അപ്പുറം കാണുന്ന ഈ ഗ്രീനറിയിൽ അവിടെ രണ്ടും നല്ല കുറേ ബിൽഡിംഗ് ഉണ്ട്. ബൈനോക്കുലറിലൂടെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. അവിടെ ആണ് ഈ പറഞ്ഞ പാകിസ്ഥാനിൽ തുടങ്ങുന്നത് തന്നെ. അവിടെയാണ് വില്ലേജായിട്ട് തുടങ്ങുന്നത് തന്നെ. ഈ കാണുന്ന മലയുടെ അപ്പുറം ഫുള്ള് പാകിസ്ഥാൻ്റെ അണ്ടറിലാണ്. ഇവിടുത്തെ ഇന്ത്യയുടെ ഇതാണ്. അവിടെ ഒരു വെള്ള സ്പോട്ടുണ്ട് ചെറുതായിട്ട്. അവിടെ ഇന്ത്യയുടെ ബങ്കറും കാര്യങ്ങളൊക്കെ അവിടെ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യൻ ആർമിയുടെ ബങ്കറും കാര്യങ്ങളൊക്കെ. मैम तो आप लोग तो कभी गए नहीं होगा उस तरफ से? नहीं सर, कभी नहीं गया? नहीं। वहाँ माइंस है ना, माइंड से तो आप लोगों को जो हमारे इंडियंस, जैसे कि हमारे इंडियंस आर्मी यहाँ, उसकी वहाँ भी है पाकिस्तान। अच्छा। तो ये शर्मा रहे हैं, कह रहे हैं कि मेरा वीडियो मत बनाओ। तो ये भी एक बात है कि जब आप लोगों का एंसेस्टर है, जो पुराना वाला चाचा था, वो उन लोग भी उस तरफ है कि इस तरफ है? बाकी आधा उसमें है, आधा इसी में है। हाँ सर। अच्छा। हमारे वहाँ बड़े पापा था, अच्छा है वहाँ उस तरफ। तो आप लोग अगर जाना पड़े तो भी प्योर वीसा के साथ ही जाते हैं ना? वीजा बनाना पड़ता है। इधर से जाने देते हैं? नहीं सर, यहाँ से नहीं, वाघा बॉर्डरों से जाना जाता है। तो ये बता रहे हैं कि इस जगह पे वो माइंस बिछा हुआ है, सारा इंडियन की तरफ से भी उनकी तरफ से भी। गोवाली बोलते हैं उसका नाम। उसका पापा इस जगह उस गांव में था, वो इस चला जगह गया के था, ऊपर इंडियन आर्मी वहाँ बैठ के वापस आ गया। 15th अगस्त को ഫ്ലാഗ്. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഇവരുടെ പഴയമായിട്ടുള്ള ആൾക്കാർ, അതായത് അപ്പനപ്പൂമാരായിട്ടുള്ള ആൾക്കാരൊക്കെ അപ്പുറ സൈഡിലും പാകിസ്ഥാനിലും, ബാക്കിയുള്ള ആൾക്കാർ ഇവിടെയാണ്. പുതിയ ജനറേഷൻ ഇവിടെയും, പഴയ ആൾക്കാർ അവിടെയും. അപ്പോൾ ഇവിടെ ഒരാളുടെ ഗ്രാൻഡ് ഫാദർ എക്സ്പയർ ആയപ്പോൾ ഇവർ പ്രോപ്പറായിട്ട് വിസ ഉണ്ടാക്കി ബോർഡർ വഴിയാണ്, ഇന്ത്യയുടെ വാഗ ബോർഡർ വഴിയാണ് ഇവർ കടത്തി വിടുന്നത്. പ്യൂർ വിസയിൽ അവർ പോയി വാഗ ബോർഡർ വരെ പോയി അവിടെ പോയി നിന്ന് അവിടുത്തെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവർ തിരിച്ചു വന്നു. അതാണ് ഇവരുടെ കഷ്ടം. അത് നിങ്ങളൊന്ന് ആലോചിക്കണം. നമ്മുടെ സ്വന്തക്കാർ അപ്പുറയും. അപ്പോൾ ഇത്ര അടുത്താണ്, ഇവിടുന്ന് തൊട്ടടുത്താണ്. പക്ഷേ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല, അവർ വിടത്തില്ല. പ്രോപ്പറായിട്ട് നിങ്ങൾ പ്രോപ്പർ വിസ ഉണ്ടാക്കി നിങ്ങൾ വാഗ ബോർഡർ വഴിയേ പോകാൻ പറ്റുള്ളൂ. രണ്ട് രാജ്യങ്ങളുടെ തമ്മിലുള്ള ഇത്. അപ്പോൾ ശരിക്കും ഈ ബോർഡറിലൊക്കെ താമസിക്കുന്നവരുടെ, ഇങ്ങനെ പ്രത്യേകിച്ച് എനിമി ബോർഡേഴ്സിലൊക്കെ താമസിക്കുന്നവരുടെ അവസ്ഥ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ പല സമയങ്ങൾക്ക് ഇത് വിഭജിക്കുമ്പോൾ, ആർമി അല്ലെങ്കിൽ യുദ്ധം ഉണ്ടായി ഈ രാഷ്ട്രങ്ങൾ തമ്മിൽ അങ്ങോട്ടും കൂടെ വിഭജിക്കുമ്പോൾ കുറേ ആൾക്കാർ അവിടെയും കുറേ ആൾക്കാർ ഇവരെയൊക്കെ ആയി മാറും. പഞ്ചാബിലും അതുപോലത്തെ റീജിയൻ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മളിപ്പോൾ പാങ്കോങ് ലേക്കിൻ്റെ ഫ്രണ്ടിലാണ്. അതായത് ഇന്ത്യയുടെ കൈവശമുള്ള ചൈനയും തമ്മിലുള്ള ഒരു ക്ലാഷ് നടക്കുന്ന ഫിംഗർ 4ന് വേണ്ടിയിട്ടുള്ള ക്ലാഷാണ് ഇപ്പോൾ നടക്കുന്നത്. അവർ പറയുന്നത് അത് ഞങ്ങളുടെ ഭാഗമാണ്, ഇന്ത്യ വരുന്നതല്ല, അത് ഞങ്ങളുടെ ഭാഗമാണ് എന്ന് പറയും. പക്ഷെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലങ്ങളും അത് കാണുന്ന മൗണ്ടനും കാര്യങ്ങളെല്ലാം ഇന്ത്യയുടെ അണ്ടറിൽ വരുന്നതാണ്. 60% പാങ്കോങ് ലേക്കും 60% ചൈനയുടെ അണ്ടറിലാണ് വരുന്നത്. ബാക്കിയുള്ള ഭാഗം മാത്രമാണ് നമുക്ക് ഇപ്പോഴും അത് നമ്മുടെ ആണെന്ന് പറഞ്ഞിട്ട് ക്ലെയിം ചെയ്ത് നമ്മൾ അതിനിപ്പോഴും വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റിൽ. ഒത്തിരി ടൂറിസ്റ്റുകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഇതിപ്പോൾ സീസണാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയും ഒത്തിരി ആൾക്കാരുണ്ട് ഇവിടെ. ഒത്തിരി ആൾക്കാർ ഒരു ഏകദേശം ഞങ്ങൾ ഇന്നലെ രാത്രിയിൽ വന്ന് ടെൻറ്റ് അന്വേഷിച്ചിട്ട് ഒരു 9-9:30 മണിയായപ്പോഴാണ് നമുക്ക് ടെൻറ്റ് കിട്ടുന്നത്. അത്രയ്ക്ക് തിരക്കാണ്. ഒരു ടെൻറ്റിന് 3000-3500 വെച്ചിട്ടാണ് അവർ ചാർജ് ചെയ്യുന്നത്. പണ്ടൊക്കെ നമുക്കിവിടെ ടെൻറ്റ് സ്വന്തമായിട്ട് ടെൻറ്റ് കിട്ടാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് അവർ എടുത്തു കളഞ്ഞിട്ട് ഇപ്പോൾ സർക്കാർ ലീസിൽ കൊടുത്തേക്കാണ്. ഇവിടുത്തെ ലോക്കൽ ആൾക്കാർക്ക് ലീസിന് കൊടുത്തേക്കാണ്. അവരാണ് പിന്നെ ആ ടെൻറ്റിൻ്റെ കാര്യങ്ങൾ ചെയ്യും. നമുക്ക് അവിടെ പോയി അവരുടെ ടെൻറ്റിൽ താമസിക്കാൻ പൈസ കൊടുക്കും. നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ടെൻറ്റ് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് പാങ്കോങ്ങിലേക്ക്. ഒത്തിരി നല്ല ഭംഗിയാണ്, നല്ല ക്ലിയർ വെള്ളം, നല്ല തണുത്ത കാറ്റ്.
ഈ ഒരു മെമ്മറി നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അത്രയ്ക്ക് സുന്ദരമാണ് കാണാനായിട്ട്.